കുട്ടിക്കാലം തൊട്ടേ ഈ ഒരു കാര്യം അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. കാച്ചെണ്ണ മാത്രമേ തേക്കാവൂ എന്നത്. എനിക്ക് ചുരുണ്ട കട്ടിയുള്ള മുടിയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഏറ്റവും പ്രയാസമുള്ള ജോലി എന്ന് വെച്ചാൽ എൻ്റെ മുടി ഒതുക്കുക എന്നതായിരുന്നു. കാരണം 2 കൈ വെച്ച് പിടിച്ചാൽ ഒതുങ്ങില്ലെന്നായിരുന്നു അമ്മ എപ്പോഴും പറയാം. അത്രയ്ക്ക് കട്ടിയുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് മുടി സ്വന്തമായി നോക്കാൻ തുടങ്ങി, എണ്ണ തേക്കത്തില്ലായിരുന്നു കേട്ടോ. ഈ പുതിയ യുഗത്തിൽ മോഡേണായി ഹെയർ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ് ഒക്കെ പരീക്ഷിച്ചിപ്പോൾ ഇത്തിരി മുടിയായി. അമ്മ പറയുന്നത് എത്ര സത്യമാണ്. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില നമ്മളറിയില്ല. അതെ, നമുക്ക് മുടിയുള്ളപ്പോൾ നമ്മൾ എന്താണ് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ മോഡേൺ ആവാൻ ശ്രമിക്കും. ലാസ്റ്റ് എല്ലാ കെമിക്കൽസും ചേർന്ന് നമ്മൾ പിന്നീട് ശ്രദ്ധിക്കാണ്ടും കൂടി ഇരുന്ന് കഴിഞ്ഞാലും ഉള്ള മുടിയും കൂടെ പോവും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഇപ്പം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ചോദിക്കും, മുടിയൊക്കെ പോയല്ലോ മുടിയൊക്കെ പോയല്ലോ എന്ന്. പക്ഷേ ഡെലിവറി ആയതിന് ശേഷം എനിക്കങ്ങനെ കൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് കൊഴിഞ്ഞു. എൻ്റെ ആ ഒരു മുടിയുടെ തിക്നെസ് എല്ലാം പോയി. അപ്പം നമ്മൾ എന്താ പറയുക, ഇതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കാച്ചിയ എണ്ണയായിരുന്നു ഞാൻ തേക്കുന്നത്. അപ്പോൾ ഏട്ടന് കേളി ഹെയർ ഇഷ്ടമല്ല. അങ്ങനെയാണ് നമ്മൾ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ മോൻ്റെ കൂടെയുള്ള ആ ഒരു ഓട്ടവും കാര്യങ്ങളും ആ ഒരു ശ്രദ്ധ അങ്ങോട്ടായപ്പോഴത്തേക്കും ഹെയർ ശ്രദ്ധിക്കേണ്ടായി. മുടി മൊത്തം കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതൊരു 2 ലിറ്ററാണ് ഇവിടെ സാധാരണ അച്ഛൻ മേടിച്ചുകൊണ്ട് വരാറ്. 2 ലിറ്റർ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, പിന്നെ ഇതേ നല്ലെണ്ണ, അത് 1/2 കിലോ. അങ്ങനെയാണ് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളത് ചെയ്യുക. പിന്നെ വീട്ടിലുള്ള കൂവളം, അടുക്ക് ചെമ്പരത്തി, പിന്നെ നെല്ലിക്കായ, കറ്റാർ വാഴ, ബ്രഹ്മിയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. ബ്രഹ്മി അതൊക്കെയാണ്, അതിൻ്റെ വീഡിയോസാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് പിന്നെ കയ്യൂന്നി, കിഴുകാനെല്ലി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അരച്ചെടുത്തിട്ടാണ് നമ്മളിതിൽ എണ്ണ കാച്ചുന്നത്. അതിനകത്ത് നമ്മൾ കറ്റാർ വാഴ അരിഞ്ഞ് അതിൻ്റെ പൾപ്പ് അരിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് അതിനകത്ത് ചേർക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് വറ്റിച്ച് അതിനൊരു പരുവമുണ്ട്. അതൊരു ദിവസം നമ്മൾ തിളപ്പിച്ച് മാറ്റി വെക്കും. തൊളിപ്പരുവാക്കി വെക്കുമെന്ന് പറയും ഇവിടെ അമ്മ അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് പിറ്റേന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഇവിടെ എപ്പോഴും ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഒരു കൂട്ട് അപ്പോഴത്തേക്ക് നല്ലൊരു കളർ, ആ ഒരു ഫിനിഷിങ് വരും കാച്ചെണ്ണയുടെ. എന്ത് മണമാണെന്നറിയാവോ. അപ്പോൾ വീണ്ടും ഞാൻ എണ്ണയിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതേ ഉള്ളൂ വഴി. മുടി കംപ്ലീറ്റ് ഹെയർ ലോസ് ആയിരിക്കണം. അതിൻ്റെ കൂടെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം, അത് ഒരുപാട് വർഷങ്ങളായി എന്നെ പിന്തുടരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഡാൻഡ്രഫിൻ്റെ. അത് എന്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും എടുത്തിട്ടും ഒന്നും, അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രം അത് കുറച്ച് മാറി